നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് നമ്മുടെ ഹിസ്റ്ററിയുടെ ഒന്നാമത്തെ പാഠമായ റവല്യൂഷൻസ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദ വേൾഡ് എന്ന ചാപ്റ്ററിലെ ഒന്നാമത്തെ റവല്യൂഷനായ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ആയിരുന്നു. നോർത്ത് അമേരിക്കൻ റവല്യൂഷൻ എന്നറിയപ്പെടുന്ന അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ആണ് നമ്മുടെ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന ഫ്രഞ്ച് വിപ്ലവത്തെ കുറിച്ചാണ്. ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങളിൽ ഏറ്റവും അറിയപ്പെടുന്ന ഒരു വിപ്ലവമാണ് ഫ്രഞ്ച് വിപ്ലവം. പിൽക്കാലത്ത് പല വിപ്ലവങ്ങൾക്കും ഈ ഫ്രഞ്ച് റവല്യൂഷൻ പ്രചോദനം നൽകിയിട്ടുണ്ട്. ഫ്രഞ്ച് വിപ്ലവത്തിനും എല്ലാ വിപ്ലവങ്ങളെ പോലെ തക്കതായ കാരണങ്ങളുണ്ടായിരുന്നു, അതിന് തക്കതായ റിസൾട്ട് ഉണ്ടായിരുന്നു. അപ്പൊ പൊതുവായി നമുക്ക് ഫ്രഞ്ച് വിപ്ലവത്തെ ഈ ക്ലാസ്സിൽ പഠിക്കാം. 17-18 നൂറ്റാണ്ടുകളിൽ ഫ്രാൻസിൽ നടന്ന ഒരു വിപ്ലവമാണ് ഫ്രഞ്ച് റവല്യൂഷൻ, ഫ്രഞ്ച് വിപ്ലവം. അപ്പൊ നമ്മൾ സാധാരണ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് പഠിച്ച സമയത്ത് അതിനകത്ത് ആ വിപ്ലവം ഉണ്ടാകാൻ മറ്റൊരു രാജ്യമാണ് കാരണമായത്, അല്ലെങ്കിൽ ബ്രിട്ടൻ എന്ന രാജ്യമാണ് കാരണമായത്. ബ്രിട്ടൻ അമേരിക്കയെ കോളനിയാക്കിയത് മൂലമാണ്, അല്ലെങ്കിൽ കോളനിവൽക്കരണം എന്ന പ്രക്രിയ തുടച്ചു നീക്കാൻ വേണ്ടിയാണ് അവിടെ ഒരു വിപ്ലവം ഉണ്ടായതെങ്കിൽ ഫ്രാൻസിലെ വിപ്ലവത്തിന് കാരണം മറ്റ് ഒരു രാജ്യങ്ങൾക്കും അതിന് പങ്കില്ലായിരുന്നു. അത് ഫ്രാൻസിലെ തന്നെ അധികാരവർഗത്തിന്റെ ദുർഭരണം മൂലം സംഭവിച്ചതാണ്. അവിടെ രണ്ട് കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. ഫ്രാൻസിലെ അധികാരികൾ അവരുടെ ഭരണം ഒരു ഏകാധിപത്യ ഭരണമായിരുന്നു, ഓട്ടോക്രാറ്റിക് റൂൾ ആയിരുന്നു. അവർ ഏകാധിപതികളെ പോലെ ആയിരുന്നു ഭരിച്ചിരുന്നത്. ഏകാധിപതികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കും, മറ്റുള്ളവരുടെ താല്പര്യങ്ങൾക്കൊന്നും പരിഗണന കൊടുക്കാതെ സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കുകയും അത് ജനങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിക്കുകയും അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് മേൽ അടിച്ചേൽപ്പിക്കുകയും ചെയ്യുക എന്നതാണ് അവരുടെ ലക്ഷ്യം അല്ലെങ്കിൽ അവരുടെ ഉദ്ദേശം. ഇതുകൂടാതെ ഈ ഏകാധിപതികളായിരുന്ന രാജാക്കന്മാർ കൂടുതൽ ധൂർത്തന്മാരായിരുന്നു. അവർ സ്ക്വാണ്ടേഴ്സ് ആയിരുന്നു. റൂളേഴ്സ് വെയർ സ്ക്വാണ്ടേഴ്സ്. രണ്ട് കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. ഫ്രാൻസ് ഭരിച്ചിരുന്ന ബൂർബൺ ഡൈനാസ്റ്റിയിലെ, അപ്പൊ നമ്മൾ ആ ഡൈനാസ്റ്റിയെ കുറിച്ച് പറയണം. ഫ്രാൻസ് ഭരിച്ചിരുന്ന രാജവംശം ബൂർബൻ രാജവംശം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഡൈനാസ്റ്റി, നമ്മള് മുഗൾ ഡൈനാസ്റ്റി, അങ്ങനെ ഡൈനാസ്റ്റി രാജവംശങ്ങളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അപ്പൊ ഇതേപോലെ ഫ്രാൻസ് ഭരിച്ചിരുന്ന 17-18 നൂറ്റാണ്ടുകളിൽ ഫ്രാൻസ് ഭരിച്ചിരുന്ന ഡൈനാസ്റ്റിയെ നമ്മൾ വിളിക്കുന്ന പേര് ബൂർബൻ ഡൈനാസ്റ്റി എന്നാണ്, അല്ലെങ്കിൽ ബൂർബൻ രാജവംശം എന്നാണ്. അപ്പൊ ഈ ബൂർബൻ രാജവംശത്തിലെ രാജാക്കന്മാർ ധൂർത്തായ ജീവിതമായിരുന്നു. അതുകൂടാതെ ഏകാധിപതികളായിരുന്നു, ഓട്ടോക്രാറ്റിക് റൂളായിരുന്നു. അതുകൂടാതെ അവർ റൂളേഴ്സ് വെയർ സ്ക്വാണ്ടേഴ്സ് എന്നാണ് അങ്ങനെ പറഞ്ഞത്. ഈ രണ്ട് മെയിൻ പോയിന്റുകൾ നമ്മൾ ഈ പാഠം പഠിക്കുന്ന സമയത്ത് ഓർത്ത് വെച്ചാണ്. ഏകാധിപത്യ ഭരണം, അതുകൂടാതെ അവരുടെ ആഡംബര ജീവിതം. അപ്പൊ ആ പുസ്തകം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് തന്നെ പുസ്തകത്തിന്റെ ആ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ തന്നെ എഴുതിയിരിക്കുന്ന മെയിൻ ആയിട്ട് ഒരു പോയിന്റ് ഉണ്ട്. അപ്പൊ നമ്മൾ ആ ഒരു പോയിന്റിലേക്ക് പ്രധാനമായി ശ്രദ്ധിക്കണം. ഇൻ ഫ്രാൻസ് 9/10 ഓഫ് ദ പോപ്പുലേഷൻ ഡൈഡ് ഓഫ് ഹങ്കർ ആൻഡ് 1/10 ഓഫ് ഇൻഡൈജഷൻ. അപ്പൊ ഇതിന്റെ മീനിങ് നമ്മൾ കറക്റ്റ് ആയിട്ട് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇതിന്റെ മീനിങ് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു അവസ്ഥ എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്. ഫ്രാൻസിൽ 10-9 പേരും പട്ടിണി കൊണ്ട് മരിച്ചപ്പോൾ ഒരാൾ ദഹനക്കേട് കൊണ്ടാണ് മരിച്ചത്, അല്ലെങ്കിൽ ദഹനക്കേട് മൂലമാണ് മരിച്ചത്. ഫ്രാൻസിൽ 10-9 പേർ പട്ടിണി മൂലം, സാധാരണക്കാരായ ആളുകളാണ് ഈ 10-9 ഉദ്ദേശിക്കുന്നത്. 10-9 പേർ പട്ടിണി മൂലം മരിച്ചപ്പോൾ ഒരാൾ മരിച്ചത് ദഹനക്കേട് മൂലം. ദഹനക്കേട് എന്ന് പറഞ്ഞാൽ ഇൻഡൈജഷൻ എന്ന് പറഞ്ഞാൽ പറയുന്നുണ്ട്. അപ്പൊ എന്താണ് ദഹനക്കേട്? നമുക്കറിയാം, അധികമായി ഭക്ഷണം ഉള്ളിൽ ചെന്നാൽ സംഭവിക്കാവുന്ന പ്രശ്നമാണ് ദഹനക്കേട്. അപ്പൊ അങ്ങനെയെങ്കിൽ ആ ഒരാൾ ഈ ഡൈനാസ്റ്റിയിൽപ്പെട്ട അല്ലെങ്കിൽ ഈ രാജവംശത്തിൽപ്പെട്ട ആരെങ്കിലും ആയിരിക്കാം. നിരവധി സാമൂഹിക സാമ്പത്തിക അസമത്വങ്ങൾ ഉണ്ടായിരുന്നു. അവിടെ സാധാരണക്കാരായ ആളുകൾക്ക് യാതൊരു വിധത്തിലുള്ള അവകാശങ്ങളും സമൂഹത്തിൽ ലഭിച്ചിരുന്നില്ല. അവരെ ചൂഷണം ചെയ്തിരുന്നു, അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്തിരുന്നു. അപ്പൊ അതിനു മുമ്പ് നമ്മള് ഫ്രാൻസിലെ സൊസൈറ്റിയിലെ ഒരു ക്ലാസിഫിക്കേഷൻ പഠിക്കാനുണ്ട്. അതാണ് അതിനകത്ത് മെയിൻ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ
ഫ്രഞ്ച് റവല്യൂഷൻ പഠിക്കുമ്പോൾ അതിന്റെ ഇൻട്രൊഡക്ഷൻ എഴുതുമ്പോൾ തന്നെ, എക്സാമിൽ എഴുതുമ്പോൾ തന്നെ നമ്മൾ ഓർത്ത് വെച്ചിരിക്കേണ്ട ഒരു മെയിൻ പോയിന്റിലേക്കാണ് നമ്മൾ വരുന്നത്. ഫ്രാൻസിൽ ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഫ്രാൻസിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള അവകാശങ്ങൾ ലഭിച്ചിരുന്നില്ല. അവർക്കിടയിൽ സാമൂഹിക സാമ്പത്തിക അസമത്വങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അതിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ മെയിൻ ആയിട്ട് ഒരു പോയിന്റ് പഠിക്കുകയാണ്. ഫ്രാൻസിലെ സൊസൈറ്റിയെ, സമൂഹത്തെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തു, 3 ക്ലാസ് ആയി ഡിവൈഡ് ചെയ്തു. ഇപ്പൊ സമൂഹത്തിലെ ജനങ്ങളെ അവരുടെ പൊസിഷൻ അനുസരിച്ച് 3 ക്ലാസ്സുകളായി ഡിവൈഡ് ചെയ്തു. അതിനെ നമ്മൾ എസ്റ്റേറ്റ് എന്നാണ് വിളിക്കുന്നത്. ഇവിടെ വിളിക്കുന്ന പേര് എസ്റ്റേറ്റ് എന്നാണ്. ഈ 3 ക്ലാസ്സുകളെ നമ്മൾ 3 എസ്റ്റേറ്റുകൾ എന്നാണ് പറയുന്നത്. ഒന്നാമത്തെ എസ്റ്റേറ്റിൽ ക്ലർജി അല്ലെങ്കിൽ പുരോഹിതന്മാർ, രണ്ടാമത്തെ എസ്റ്റേറ്റിൽ നോബിൾസ് അല്ലെങ്കിൽ പ്രഭുക്കന്മാർ, മൂന്നാമത്തെ എസ്റ്റേറ്റിൽ സാധാരണക്കാരായ ആളുകൾ അല്ലെങ്കിൽ കോമൺ പീപ്പിൾ എന്നറിയപ്പെടും. ഈ 3 എസ്റ്റേറ്റുകളാണ് നമ്മളിവിടെ നോട്ട് ചെയ്ത് വെക്കേണ്ടത്. 3 എസ്റ്റേറ്റുകളിൽ ഒന്നാമത്തെ എസ്റ്റേറ്റ് ക്ലർജി, രണ്ടാമത്തെ എസ്റ്റേറ്റിൽ നോബിൾസ്, മൂന്നാമത്തതിൽ കോമൺ പീപ്പിൾ അല്ലെങ്കിൽ സാധാരണക്കാരായ ആളുകൾ. സ്വാഭാവികമായിട്ടും 1ഉം 2ഉം എസ്റ്റേറ്റുകൾ നമുക്കറിയാം. ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം സമൂഹത്തിലെ എല്ലാവിധ അവകാശങ്ങളും ഉണ്ടായിരുന്ന ഒരു ഫ്രാൻസിലെ സമൂഹത്തിൽ എല്ലാവിധ അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളും അനുഭവിച്ചിരുന്ന ഒരു വിഭാഗമായിരുന്നു ഈ 1ഉം 2ഉം എസ്റ്റേറ്റുകൾ. എന്നാൽ യാതൊരു വിധത്തിലുള്ള അവകാശവും ഇല്ലാതെ ഇവരെ ചൂഷണം ചെയ്താണ്, എന്ന് പറഞ്ഞാൽ നമ്മുടെ മൂന്നാമത്തെ എസ്റ്റേറ്റിലെ സാധാരണക്കാരായ ആളുകളെ സാമ്പത്തികമായി ചൂഷണം ചെയ്താണ് 1ഉം 2ഉം എസ്റ്റേറ്റിലെ ആളുകൾ നിലനിന്ന് പോന്നിരുന്നത്. നമ്മുടെ പുരോഹിത വർഗവും പ്രഭുവർഗവും മൂന്നാമത്തെ എസ്റ്റേറ്റിനെ ആശ്രയിച്ചാണ് നിലനിന്ന് പോയത്. അവരിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്തിരുന്നു. നമ്മുടെ മൂന്നാമത്തെ എസ്റ്റേറ്റിലെ സാധാരണക്കാരുടെ കയ്യിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്തിരുന്നു. അവരുടെ പേരിൽ അവരുടെ കയ്യിൽ നിന്ന് പല തരത്തിലുള്ള നികുതി പിരിച്ചെടുത്തിരുന്നു. അപ്പൊ ഇതെല്ലാം 1ഉം 2ഉം എസ്റ്റേറ്റുകൾ കൈക്കലാക്കി ആഡംബര ജീവിതം നയിച്ചു ഫ്രാൻസിൽ. ഈ ആഡംബര ജീവിതം പിന്നീട് ആഡംബര ജീവിതം നയിക്കാൻ വേണ്ടി വീണ്ടും വീണ്ടും കൂടുതൽ നികുതി പോലുള്ള സംവിധാനങ്ങൾ ജനങ്ങൾക്ക് മേൽ ഏർപ്പെടുത്തി. അപ്പൊ ആ പുസ്തകത്തില് 3 എസ്റ്റേറ്റുകളെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പൊ അത് നമുക്ക് ഓരോന്ന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് നമുക്ക് പറയാം. അപ്പൊ അതിനകത്ത് നമുക്ക് കുറച്ചുകൂടെ ആധികാരികത കിട്ടും. ഫ്രാൻസിലെ സാധാരണക്കാരായ ആളുകൾ എന്തുമാത്രം ചൂഷണങ്ങളിൽ പെട്ടിരുന്നു, അല്ലെങ്കിൽ അവരെന്തുമാത്രം ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നു, പുരോഹിത വർഗത്തെ കൊണ്ടും പ്രഭുവർഗത്തെ അല്ലെങ്കിൽ ക്ലർജിയെ കൊണ്ടും നോബിൾസിനെ കൊണ്ടും എന്തുമാത്രം അവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ഈ താഴോട്ട് ഓരോ എസ്റ്റേറ്റുകളെ നമ്മൾ ക്ലാസിഫൈ ചെയ്ത് പറയുന്ന സമയത്ത് നമുക്ക്, അല്ലെങ്കിൽ അവരെ വേർതിരിച്ച് പഠിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും. അപ്പൊ അതിനകത്ത് ഒന്നാമതായി നമ്മൾ പഠിക്കുന്നത് ക്ലർജിയെ കുറിച്ചാണ്. എസ്റ്റേറ്റിലെ സൊസൈറ്റിയിലെ ഫസ്റ്റ് പൊസിഷൻ ഉണ്ടായിരുന്ന ക്ലർജിയെ കുറിച്ചാണ്, അല്ലെങ്കിൽ പുരോഹിത വർഗത്തെ കുറിച്ചാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. അതിനകത്ത് ആദ്യം പറയുന്നത് ഹെൽഡ് വാസ്റ്റ് ലാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധാരാളം ഭൂമി കൈവശം ഉണ്ടായിരുന്നവരായിരുന്നു ക്ലർജി, പുരോഹിത വർഗം. അവരുടെ കയ്യിൽ ധാരാളം ഭൂമി ഉണ്ടായിരുന്നു. രണ്ടാമതായി പറയുന്നു കളക്റ്റഡ് ദ ടാക്സ് കാൾഡ് തിദേ ഫ്രം ഫാർമേഴ്സ്. പറഞ്ഞാൽ മൂന്നാമത്തെ എസ്റ്റേറ്റിലാണ് സാധാരണ ഈ ഫാർമേഴ്സ് വരുന്നത്. ഫാർമേഴ്സിന്റെ കയ്യിൽ നിന്ന് തിദേ എന്ന് പറയുന്ന ഒരു ടാക്സ് നമ്മുടെ ഈ ക്ലർജി പിരിച്ചെടുത്തിരുന്നു. ഇപ്പൊ 2 പോയിന്റുകളാണ് ആ മെയിൻ ആയിട്ട് വരുന്നത്. അതിനുശേഷം മൂന്നാമത്തെ പോയിന്റാണ് പറയുന്നത് എക്സെപ്റ്റഡ് ഫ്രം ഓൾ ടാക്സസ്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇവർക്ക് ഒരു ടാക്സും കൊടുക്കേണ്ടിയിരുന്നില്ല. ഇവർ ഒരു വിധത്തിലുള്ള ടാക്സും ആർക്കും അടക്കേണ്ടതായിട്ടിരുന്നില്ല. അപ്പം 1ഉം 2ഉം എസ്റ്റേറ്റുകൾ കോമൺ ആയിട്ട് പഠിക്കുന്ന ഒരു പോയിന്റ് ആണ് ഈ ഒരു പോയിന്റ്. അപ്പൊ നമ്മൾ ശ്രദ്ധിച്ച് പഠിക്കണം. ഈ ക്ലർജി എന്ന് പറയുന്ന ഒന്നാമത്തെ എസ്റ്റേറ്റ് യാതൊരു വിധത്തിലുള്ള ടാക്സും അടയ്ക്കേണ്ടിയിരുന്നില്ല. 4ാമത്തെ പോയിന്റ് പറയുന്നു കൺട്രോൾഡ് ഹയർ പൊസിഷൻസ് ഇൻ അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് മിലിറ്ററി സർവീസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഫ്രാൻസിലെ ഭരണകാര്യങ്ങളിലും അതേപോലെ സൈനിക സേവനങ്ങളിലും പ്രധാന പങ്ക് വഹിച്ചിരുന്ന ഒരു വിഭാഗമായിരുന്നു ക്ലർജി അല്ലെങ്കിൽ പുരോഹിത വർഗം. ഭരണത്തിലെയും സൈന്യത്തിലെയും ഉന്നത പദവി ഇവർ വഹിച്ചിരുന്നു. ഇവരുടെ കൈവശമായിരുന്നു ഈ ഉന്നത പദവി ഉണ്ടായിരുന്നത്. അപ്പൊ അതാണ് മെയിൻ ആയിട്ട് ഈ 4 പോയിന്റ് പറയുന്നത്. 1 ഹെൽഡിൻ വാസ്റ്റ് ലാൻഡ്, 2 പറയുന്നത് കളക്ടഡ് ടാക്സ് കാൾഡ് തിദേ ഫ്രം ഫാർമേഴ്സ്,
മൂന്നാമതായി പറയുന്നത് എക്സെപ്റ്റഡ് ഫ്രം ഓൾ ടാക്സസ്. നാലാമതായി പറയുന്നു കൺട്രോൾഡ് ഹയർ പൊസിഷൻസ് ഇൻ അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് മിലിറ്ററി സർവീസസ് എന്ന് പറഞ്ഞാൽ ഭരണകാര്യങ്ങൾ, ഉയർന്ന ഭരണ പദവിയും സൈനിക പദവി എല്ലാം ഇവരുടെ കൈവശം ഉണ്ടായിരുന്നു, നമ്മുടെ ക്ലർജിയുടെ കൈവശം ഉണ്ടായിരുന്നു. അപ്പൊ ഈ 4 പോയിന്റുകളാണ് ഈ ഒന്നാമത്തെ എസ്റ്റേറ്റിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇനി നമ്മൾ നോബിൾസിനെ കുറിച്ചാണ്, രണ്ടാമത്തെ എസ്റ്റേറ്റിനെ കുറിച്ചാണ് പഠിക്കുന്നത്. രണ്ടാമത്തെ എസ്റ്റേറ്റും ഏകദേശം നമ്മുടെ ഈ ഒന്നാമത്തെ എസ്റ്റേറ്റിനെ പോലെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലർജിയെ പോലെ തന്നെ ഏകദേശം എല്ലാ അവകാശങ്ങളും ഫ്രാൻസിൽ ഉണ്ടായിരുന്ന ആഡംബര ജീവിതം നയിച്ചിരുന്ന ഒരു വിഭാഗമായിരുന്നു രണ്ടാമത്തെ എസ്റ്റേറ്റ് ആയ നോബിൾസ്. നോബിൾസിനെ കുറിച്ചാണ് നമ്മൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. നോബിൾസിനെ കുറിച്ച് പറഞ്ഞേക്കുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. നോബിൾസിന്റെ ലൈഫ് എങ്ങനെയാണ്, അല്ലെങ്കിൽ പ്രഭുക്കന്മാരുടെ ലൈഫ് എങ്ങനെയാണെന്ന് നോക്കാം. ഒന്നാമതായി പറയുന്നു എൻഗേജ്ഡ് ഇൻ മിലിറ്ററി സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പ്രധാന ജോലി സൈനിക സേവനമായിരുന്നു. രാജ്യത്തിന് വേണ്ടി, ഫ്രാൻസിന് വേണ്ടി സൈനിക സേവനം ചെയ്യുക എന്നതായിരുന്നു നമ്മുടെ നോബിൾസിന്റെ പ്രധാന ജോലി. രണ്ടാമതായി പറയുന്നു കളക്ടഡ് വേരിയസ് ടാക്സസ് ഫ്രം ഫാർമേഴ്സ്. കർഷകരുടെ കയ്യിൽ നിന്ന് പലതരം നികുതികൾ പിരിച്ചെടുത്തിരുന്നു. അത് ഒന്നാമത്തെ എസ്റ്റേറ്റ് പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞതാണ്. കർഷകരുടെ കയ്യിൽ നിന്ന് അവരും പിരിച്ചിരുന്നു പലതരം നികുതികൾ. നമ്മുടെ രണ്ടാമതായി പറയുന്നത് നമ്മുടെ നോബിൾസും ഇതേപോലെ നികുതികൾ കർഷകരുടെ കൈവശം നിന്ന് അല്ലെങ്കിൽ കൈക്കിൽ നിന്ന് പിരിച്ചെടുത്തിരുന്നു. ഇനി മൂന്നാമതായി പറയുന്നു മെയ്ഡ് ഫാർമേഴ്സ് വർക്ക് വിത്തൗട്ട് വേജസ്. കർഷകരെ കൊണ്ട് അല്ലെങ്കിൽ സാധാരണക്കാരായ കർഷകരെ കൊണ്ട് ശമ്പളമില്ലാതെ അല്ലെങ്കിൽ അവർക്ക് കൂലി കൊടുക്കാതെ അവരെ കൊണ്ട് പ്രഭുക്കന്മാർ കൃഷിയിടങ്ങളിൽ ജോലി ചെയ്യിപ്പിച്ചു, അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ ജോലി ചെയ്യിപ്പിച്ചു. ഇപ്പൊ സാധാരണക്കാരായ കർഷകരെ കൊണ്ട് അവർക്ക് ശമ്പളം കൂലിയായിട്ട് കൊടുക്കാതെ അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചു. ഏറ്റവും പ്രധാനമായി പറയുന്ന 3 പോയിന്റുകൾ. ഇതോടൊപ്പം തന്നെ 2 പോയിന്റ് കൂടെ അതിനകത്ത് വരുന്നുണ്ട്. ക്ലർജി പഠിച്ചപ്പോൾ നമ്മൾ, അല്ലെങ്കിൽ ക്ലർജിയെ കുറിച്ച് പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞ ഒരു പോയിന്റ് ആണ് ഇനി അടുത്ത് പഠിക്കുന്നത്. ഒരു രീതിയിലുള്ള ടാക്സും ഇവരുടെയും മേൽ ചുമത്തിയിരുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നോബിൾസ് ഒരു രീതിയിലുള്ള ടാക്സും ഗവൺമെന്റിന് അടക്കേണ്ടിയിരുന്നില്ല. എക്സംപ്റ്റഡ് ഫ്രം ടാക്സസ്. ഇവിടെയും അത് തന്നെ റിപ്പീറ്റ് ചെയ്ത് പഠിക്കുകയാണ്. ഒരു രീതിയിലുള്ള ടാക്സും അവർ അടക്കേണ്ടിയിരുന്നില്ല. അടുത്തെന്ന് പറയുന്നത് ലക്ഷൂറിയസ് ലൈഫ്. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ആഡംബര ജീവിതമായിരുന്നു നോബിൾസിന്റെ കുറച്ച് ലക്ഷൂറിയസ് ലൈഫ് എന്ന് പറയുന്ന ആ ഒരു മീനിങ്ങിന് പറ്റിയ, ആ ഒരു വേർഡിന് പറ്റിയ ലൈഫായിരുന്നു, അല്ലെങ്കിൽ ആ രീതിയിലുള്ള ലൈഫായിരുന്നു നമ്മുടെ നോബിൾസ് നയിച്ചിരുന്നത്. ലാസ്റ്റ് പറയുന്നത് ഹെൽഡ് വാസ്റ്റ് ലാൻഡ്. അവരുടെ കൈവശം ഇഷ്ടം പോലെ ഭൂമി ഉണ്ടായിരുന്നു. നമ്മുടെ കോമൺസിനെ കുറിച്ചാണ് പഠിക്കേണ്ടത്. മറ്റവരുടെ രണ്ടുപേരുടെ ഫീച്ചർ നമ്മൾ ഏകദേശം മനസ്സിലാക്കി കഴിഞ്ഞു. അവരുടെ എല്ലാം ഏകദേശം കോമൺ ആയിട്ടുള്ള പ്രത്യേകതകളാണ്. അവരുടെ ആഡംബര ജീവിതമായിരുന്നു. അവരുടെ ഈ ആഡംബര ജീവിതവും ധൂർത്തായ ജീവിതവുമാണ് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് നമുക്ക് ഉറപ്പായിട്ടും പറയാം. അടുത്ത നമ്മൾ കോമൺസിനെ കുറിച്ച്, അല്ലെങ്കിൽ സാധാരണക്കാരായ ആളുകളെ കുറിച്ച്, അല്ലെങ്കിൽ മൂന്നാമത്തെ എസ്റ്റേറ്റിനെ കുറിച്ച് നമ്മൾ പഠിക്കുകയാണ്. ആദ്യം അതിനകത്ത് ആരൊക്കെയാണ് വരുന്നത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഒന്ന്, ദ മിഡിൽ ക്ലാസ് എന്ന് പറഞ്ഞൊരു ഫ്രാൻസിലെ മധ്യവർഗം. ആരൊക്കെയായിരുന്നു നോക്കാം. ഇൻക്ലൂഡിങ് ട്രേഡേഴ്സ്, റൈറ്റേഴ്സ്, ലോയേഴ്സ്, ഒഫീഷ്യൽസ്, അതേപോലെ തന്നെ ടീച്ചേഴ്സ് ആൻഡ് ബാങ്കേഴ്സ്. അതുകൂടാതെ നമ്മുടെ ഫാർമേഴ്സും കരകൗശലപ്പണി ക്രാഫ്റ്റ്സ്മാനും ഉണ്ടായിരുന്നു. ഇത്രയും ആളുകൾ ടീച്ചേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞാൽ സാധാരണ സമൂഹത്തിൽ ജോലി ചെയ്യുന്ന എല്ലാ ആളുകളും ഉൾപ്പെട്ടിരുന്ന വിഭാഗമാണ് മൂന്നാമത്തെ എസ്റ്റേറ്റ്. അപ്പൊ ഇവരുടെ പ്രത്യേകതകൾ കൂടി പെട്ടെന്ന് പറയണം. അപ്പൊ ഇവരുടെ പ്രത്യേകതകൾ ഒന്നാമതായി പറയുന്നത് നോ റോൾ ഇൻ ദ അഡ്മിനിസ്ട്രേഷൻ. ഈ മൂന്നാമത്തെ എസ്റ്റേറ്റിലെ സാധാരണക്കാരായ ആളുകൾക്ക് ഭരണകാര്യങ്ങളിൽ ഒരു പങ്കാളിത്തവും 1ഉം 2ഉം എസ്റ്റേറ്റുകൾ കൊടുത്തിരുന്നില്ല. ഒരു രീതിയിലുള്ള പാർട്ടിസിപ്പേഷൻ കൊടുത്തിരുന്നില്ല. ഫ്രാൻസിലെ ഏകാധിപതികളായ രാജാക്കന്മാർ ഉണ്ടായിരുന്ന 1ഉം 2ഉം എസ്റ്റേറ്റുകൾ ചേർന്ന് എല്ലാ ഭരണ സംവിധാനങ്ങളെയും നിയന്ത്രിച്ചു. മൂന്നാമത്തെ എസ്റ്റേറ്റിലെ സാധാരണക്കാരായ ആളുകൾക്ക് ഒരു ഭരണ പങ്കാളിത്തം കൊടുത്തു. രണ്ടാമതായി പറയുന്നു പെയ്ഡ് ലാൻഡ് ടാക്സ് നെയിംലി തൈലേ ടു ദ ഗവൺമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റിന് ഇവർ തൈലേ എന്ന് പറയുന്ന ഒരു ടാക്സ്, ഒരു നികുതി അടയ്ക്കണമായിരുന്നു. ഈ മൂന്നാമത്തെ എസ്റ്റേറ്റിൽ വരുന്ന എല്ലാ ആളുകളും തൈലേ എന്ന് പറയുന്ന ഒരു നികുതി നമ്മുടെ ഗവൺമെന്റിന് അടയ്ക്കണമായിരുന്നു. ഫ്രാൻസിലെ ഗവൺമെന്റിന് അടയ്ക്കണമായിരുന്നു. അടുത്തതായി പറയുന്നത് ലോ സോഷ്യൽ സ്റ്റാറ്റസ്. സമൂഹത്തിൽ താഴ്ന്ന സാമൂഹിക സ്ഥിതിയായിരുന്നു, അല്ലെങ്കിൽ സാമൂഹിക അവസ്ഥയായിരുന്നു നമ്മുടെ മൂന്നാമത്തെ എസ്റ്റേറ്റിൽ ഉണ്ടായിരുന്നത്. നാലാമതായി പറയുന്നത് പെയ്ഡ് ടാക്സസ് ടു ദ ക്ലർജി ആൻഡ് നോബിൾസ്.
ക്ലർജിക്കും നോബിൾസിനും നമ്മുടെ മൂന്നാമത്തെ എസ്റ്റേറ്റ് ടാക്സ് കൊടുക്കണമായിരുന്നു. അവർ അവരുടെ കയ്യിൽ നിന്ന് ടാക്സ് പിരിച്ചിരുന്നു. അപ്പൊ ഇതാണ് പ്രധാനമായും ഇവരുടെ സവിശേഷത. അപ്പൊ നമ്മൾ ഇനി അടുത്തതായ ഒരു മേഖലയിലോട്ട് പോവുകയാണ്. അപ്പം ഫ്രാൻസിന്റെ അവസ്ഥ ഏകദേശം നമുക്ക് മനസ്സിലായി. മൂന്നാമത്തെ എസ്റ്റേറ്റിലായ സാധാരണക്കാരാണ് അവിടെ ചൂഷണങ്ങളിൽ പെട്ടിരുന്നത്. അവരുടെ ജീവിതം വളരെ പരിതാപകരമാണ്. അപ്പൊ ഈ അവസ്ഥയിൽ നിന്ന് അവരെ വിപ്ലവം ചെയ്യിക്കാൻ അല്ലെങ്കിൽ അവരെ വിപ്ലവത്തിലേക്ക് കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്ത അല്ലെങ്കിൽ അവരെ പ്രചോദിപ്പിച്ച ഒരു വിഭാഗത്തെ കുറിച്ച് നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. അവരാണ് ഫിലോസഫേഴ്സ്. നമ്മൾ നോർത്ത് അമേരിക്കൻ റവല്യൂഷൻ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചതാണ് ഫിലോസഫേഴ്സിന്റെ ഇൻഫ്ലുവൻസ് നമ്മൾ പഠിച്ചതാണ്. അപ്പൊ ഇതേപോലെ തന്നെ നമ്മുടെ ഫ്രഞ്ച് വിപ്ലവത്തിന് കുറച്ച് ഫിലോസഫേഴ്സ് ഇൻഫ്ലുവൻസ് സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അപ്പൊ അത് ആരൊക്കെയാണെന്ന് നമ്മൾ കേട്ട് കാണും, ചിലപ്പോൾ കേട്ട് കാണത്തില്ല, എങ്കിൽ പോലും ആ ആളുകളുടെ പേരെന്ന് പറയാം. വോൾട്ടയർ, റൂസോ, മോണ്ടസ്ക്യൂ. അതിൽ റൂസോ പറഞ്ഞൊരു വാചകം ഇന്നും ലോക പ്രശസ്തമാണ്. മാൻ ഇൻ ബോണസ് ഫ്രീ ബട്ട് ഹി എവരിവെയർ ഇൻ ചെയിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ സ്വതന്ത്രനായിട്ട് ജനിക്കുന്നത് എല്ലായിടങ്ങളിലും അവനെ ചങ്ങലകളാൽ ബന്ധിക്കും. ഈ ഒരു ആശയം പിൽക്കാലത്ത് പല മേഖലകളിൽ നമ്മൾ കേൾക്കാറുള്ളതാണ്. അപ്പോൾ ഇതുപോലെ തന്നെ 3 ചിന്തകർ അന്ന് ഫ്രാൻസിലെ സൊസൈറ്റിയിലെ ജനങ്ങളെ പ്രചോദിപ്പിക്കാനുണ്ടായി, അല്ലെങ്കിൽ അവരെ വിപ്ലവം ചെയ്യിക്കാൻ, അല്ലെങ്കിൽ സമൂഹത്തിന്റെ ഈ ഒരു അവസ്ഥ മാറ്റിയെടുക്കാൻ വേണ്ടി ജനങ്ങളെ ഇൻസ്പയർ ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് ഇവിടെ പറയാം. അപ്പൊ അതിനകത്ത് ആദ്യം നമ്മൾ വോൾട്ടയറിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. വോൾട്ടയർ എങ്ങനെയാണ് ആശയങ്ങളിലൂടെ ജനങ്ങളെ പ്രചോദിപ്പിച്ചത്? അപ്പം തത്വചിന്തകർ ആശയങ്ങളിലൂടെയാണ് ജനങ്ങളെ പ്രചോദിപ്പിക്കുന്നത്. വോൾട്ടയർ എങ്ങനെയാണ്, എന്താശയമാണ് ജനങ്ങൾക്ക് കൊടുത്തതെന്ന് നോക്കാം. ഒന്നാമതായി പറയുന്നു റിഡിക്യൂൾഡ് ദ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ക്ലർജി. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് പുരോഹിതന്മാരെ വോൾട്ടയർ പരിഹസിച്ചു. റിഡിക്യൂൾഡ് ദ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ക്ലർജി. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് പുരോഹിത വർഗം ഒരു കാരണവശാലും ജനങ്ങളെ ചൂഷണം ചെയ്യാൻ പാടില്ല. അങ്ങനെ ചൂഷണം ചെയ്യുന്നതിനെ നമ്മുടെ വോൾട്ടയർ പരിഹസിച്ചു. രണ്ടാമതായി പറയുന്നത് പ്രൊമോട്ടഡ് നാഷണൽ തിങ്കിങ്, ഐഡിയൽസ് ഓഫ് ഇക്വാളിറ്റി ആൻഡ് ഹ്യൂമനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നാഷണൽ തിങ്കിങ് എന്ന് പറഞ്ഞാൽ യുക്തിചിന്ത, ഐഡിയാസ് ഓഫ് ഇക്വാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമത്വം, മൂന്നാമത് ഹ്യൂമനിസം എന്ന് പറഞ്ഞാൽ മനുഷ്യ സ്നേഹം. ഇത് 3 വേണമെന്ന് പറഞ്ഞു. യുക്തിചിന്ത വേണം, ആളുകൾ തമ്മിൽ സമത്വം വേണം, മനുഷ്യ സ്നേഹം വേണമെന്ന് വോൾട്ടയർ രണ്ടാമതായി അഭിപ്രായം. അദ്ദേഹം അതിനുവേണ്ടി വാദിച്ചു. ഈ 3 ഐഡിയാസിന് വേണ്ടി വാദിച്ചു. നാഷണൽ തിങ്കിങ്ങിനും ഔട്ട് ഓഫ് ഇക്വാലിറ്റിക്കും ഹ്യൂമനിസത്തിനും വേണ്ടി അദ്ദേഹം വാദിച്ചു. അടുത്തെന്ന് പറയുന്നത് നമ്മുടെ റൂസോയിലേക്ക് പോവുകയാണ്. റൂസോ എന്താ ആശയമാണ് പറഞ്ഞു നോക്കുകയാണ്. ഒന്നാമത് പറയുന്നു സ്പെൽഡ് ഔട്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഫ്രീഡം വിത്ത് ദ സ്റ്റേറ്റ്മെന്റ് മാൻ ഇൻ ബോൺ ആസ് ഫ്രീ ബട്ട് എവരിവെയർ ഹി ഈസ് സെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ എല്ലായിടങ്ങളിലും സ്വതന്ത്രനായിട്ടാണ് ജനിക്കുന്നത്. ശരിയല്ലേ? നമുക്കറിയാം മനുഷ്യൻ ജനിക്കുന്നത് സ്വതന്ത്രനായിട്ടാണ്. പക്ഷേ ഫ്രാൻസിലെ സമൂഹം അവനെ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ബന്ധിച്ചിരിക്കുകയാണ്. രണ്ടാമതായി നമ്മുടെ റൂസോ പറഞ്ഞ ഒരു പോയിന്റ് കൂടെ പഠിക്കണം. ഡിക്ലയർഡ് ദാറ്റ് ദ പീപ്പിൾ ആർ ദ സോവറൻ. ഒരു രാജ്യത്തിന്റെ പരമാധികാരികൾ, സോവറൻ എന്ന് പറഞ്ഞാൽ പരമാധികാരികൾ എന്ന് പറയുന്നത് ജനങ്ങളാണ് എന്ന് റൂസോ അവകാശപ്പെട്ടു. അടുത്ത മൂന്നാമതായി നമ്മൾ പഠിക്കുന്നത് മൊണ്ടസ്ക്യൂവിനെ കുറിച്ചാണ്. അപ്പൊ രണ്ടാമത് റൂസോയെ കുറിച്ച് പഠിച്ചു. റൂസോയുടെ വളരെ എളുപ്പമാണ്, നമുക്ക് പഠിക്കാൻ പറ്റും. റൂസോ പറഞ്ഞിരിക്കുന്നു മനുഷ്യൻ സ്വതന്ത്രമായിട്ട് ജനിക്കുന്നു, അവ എല്ലായിടങ്ങളിലും ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. രണ്ടാമത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു ജനങ്ങളാണ് രാജ്യത്തിന്റെ പരമാധികാരികൾ. ഒരു രാജാവിനും അവനെ നിയന്ത്രിക്കാൻ ഒരു രാജാവിനോ ഒരു പുരോഹിത വർഗത്തിനോ അവനെ നിയന്ത്രിക്കാൻ അവകാശം ഇല്ല. മൂന്നാമതായി നമ്മൾ മൊണ്ടസ്ക്യൂവിനെയാണ് പഠിക്കുന്നത്. മൊണ്ടസ്ക്യൂ പറഞ്ഞിരിക്കുന്നത് എൻകറേജ് ഡെമോക്രസി ആൻഡ് റിപ്പബ്ലിക്. അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചത് ജനാധിപത്യത്തെയും റിപ്പബ്ലിക്കിനെയുമാണ്. അദ്ദേഹം ജനാധിപത്യത്തെയും റിപ്പബ്ലിക്കിനെയും പ്രോത്സാഹിപ്പിച്ചു. അതുകൂടാതെ അദ്ദേഹം അഭിപ്രായപ്പെട്ടിരിക്കുന്നത് സജസ്റ്റഡ് ഡിവിഷൻ ഓഫ് പവേഴ്സ് ഓഫ് ഗവൺമെന്റ് ഇൻടു ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി. ഒരു ഗവൺമെന്റ്, ഒരു രാജ്യത്തിന്റെ ഭരണ സംവിധാനം 3ആയി തിരിക്കണം. ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി. നിയമനിർമ്മാണ വിഭാഗം, കാര്യനിർവഹണ വിഭാഗം, നീതിന്യായ വിഭാഗം എന്നീ 3 വിഭാഗങ്ങളായി ഒരു രാജ്യത്തിന്റെ ഗവൺമെന്റിനെ തിരിച്ചിട്ട് ജനാധിപത്യ രീതിയിൽ ഭരണ സംവിധാനം നടപ്പിലാക്കണം എന്ന് നമ്മുടെ മൊണ്ടസ്ക്യൂ അവകാശപ്പെട്ടിരിക്കണം. അപ്പം വോൾട്ടയർ, റൂസോ, മൊണ്ടസ്ക്യൂ വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാം. വോൾട്ടയർ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം പുരോഹിതന്മാരെ ചൂഷണം ചെയ്തു. രണ്ടാമതായി അദ്ദേഹം യുക്തിചിന്തയ്ക്കും മനുഷ്യ സ്നേഹത്തിന് സമത്വത്തിന് പ്രാധാന്യം കൊടുത്തു. റൂസോ മനുഷ്യൻ ജനിക്കുന്നത് സ്വതന്ത്രനായിട്ടാണെന്ന് പറയുന്നു, പക്ഷെ അവന് എല്ലായിടങ്ങളിലും ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. അതുകൂടാതെ അദ്ദേഹം അഭിപ്രായപ്പെട്ടിരിക്കുകയാണ് ഒരു രാജ്യത്തിന്റെ പരമാധികാരികൾ എന്ന് പറയുന്നത് ജനങ്ങളാണ്.
മോണ്ടസ്ക്യൂ പറഞ്ഞിരിക്കുന്നത്, മോണ്ടസ്ക്യൂ ജനാധിപത്യത്തെയും റിപ്പബ്ലിക്കിനെയും പ്രോത്സാഹിപ്പിച്ചു. അതുകൂടാതെ ഒരു രാജ്യത്തിന് ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി എന്ന 3 വിഭാഗങ്ങൾ വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. അപ്പൊ ജനാധിപത്യ രീതിയിലുള്ള ഭരണ സംവിധാനത്തെയാണ് ഇവർ 3 പേരും പ്രോത്സാഹിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ഈ 3 പേരുടെയും ആശയങ്ങൾ ജനങ്ങളെ വിപ്ലവത്തിലേക്ക് കൊണ്ടുവരാൻ പ്രചോദിപ്പിച്ചുവെന്ന് വേണമെങ്കിൽ പറയാം. ജനാധിപത്യത്തിന്റെ ആശയങ്ങൾ അവർക്ക് മനസ്സിലാവുന്നുണ്ട്. അടുത്ത നമ്മൾ മെയിൻ പോയിന്റിലൊക്കെ അല്ലെങ്കിൽ നമ്മുടെ മെയിൻ മേഖലയിലോട്ട് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട മേഖലയിലോട്ട് നമ്മൾ വരികയാണ്. നമ്മുടെ 3ാമത്തെ സ്റ്റേറ്റ് ഈ ആശയങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് വരുന്നു. അവർ ഫ്രാൻസിലെ 1ഉം 2ഉം എസ്റ്റേറ്റുകൾക്ക് എതിരെ ശബ്ദമുയർത്താൻ തീരുമാനിക്കുന്നു. ജീവിതവും ധൂർത്തും നിറഞ്ഞ ജീവിതവുമായിരുന്നു നമ്മുടെ 1ഉം 2ഉം എസ്റ്റേറ്റുകൾ ഉണ്ടായിരുന്നത്. ഇതുകൂടാതെ വീണ്ടും ഒരു പ്രശ്നത്തിലേക്ക് പോവുകയാണ്. സാധാരണക്കാരായ 3ാമത്തെ എസ്റ്റേറ്റിലുണ്ടായിരുന്ന കർഷകർക്ക് വരൾച്ചയും കൃഷിനാശവും നേരിടേണ്ടി വന്നു. ഈ അവസരത്തിൽ അവർ ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വന്നു. ഇത് കൂടാതെ ഇതിനിടയ്ക്ക് വേറൊരു സംഭവം കൂടെ പറയുന്നുണ്ട്. നമ്മൾ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് പഠിച്ച സമയത്ത് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, അമേരിക്കൻ കോളനികൾക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി സഹായം ചെയ്തത് ഫ്രാൻസ് ആണ്. ആ ഫ്രാൻസ് സാമ്പത്തികമായി അമേരിക്കൻ കോളനികളെ സഹായിച്ചിരുന്നു. ഫ്രാൻസ് സ്വന്തം രാജ്യത്തിൽ നിന്നാണ് ഈ പണം കണ്ടെത്തിയിരുന്നത്. അത് ഫ്രാൻസിലെ സാധാരണക്കാരുടെ കയ്യിൽ നിന്ന് പിരിച്ചെടുത്ത നികുതി വഴിയായിരുന്നു. അപ്പൊ ഇത് ഒരു പ്രധാന പ്രശ്നമായി. ആഡംബര ജീവിതവും ധൂർത്തും കൂടാതെ അമേരിക്കൻ കോളനികൾ കൂടെ വേണ്ടി ഫ്രാൻസ് അല്ലെങ്കിൽ ഫ്രാൻസിലെ ഏകാധിപതികൾ പണം ചെലവഴിച്ചപ്പോൾ അതും സാധാരണക്കാരായ ഫ്രാൻസിലെ ആളുകൾ നികുതിയായി നൽകേണ്ടി വന്നു. ഈ പ്രശ്നങ്ങളെല്ലാം രൂക്ഷമായി കൊണ്ടിരിക്കുന്ന സമയത്താണ് 1789 ഫ്രഞ്ച് റവല്യൂഷന്റെ വർഷം. ഇതുവരെ നമ്മൾ പറഞ്ഞില്ല. ഫ്രഞ്ച് റവല്യൂഷൻ നടക്കുന്ന 1789 നമുക്ക് പഠിക്കാൻ എളുപ്പമാണ്. 789 എന്ന വർഷം വളരെ എളുപ്പത്തിൽ പഠിക്കാം. ആര് ചോദിച്ചാലും നമുക്ക് പെട്ടെന്ന് തന്നെ പറയാം. 1789 ഫ്രഞ്ച് റവല്യൂഷൻ നടക്കുന്നത്. അപ്പം ഫ്രഞ്ച് റവല്യൂഷന്റെ ഈ ഒരു വർഷം നോട്ട് ചെയ്ത് വെച്ചേക്കണം. ഏത് വർഷമാണ്? 1789. 1789 ലൂയി 16 ഒരു സ്റ്റേറ്റ് ജനറൽ പിടിച്ചുകൂടി. ഈ സ്റ്റേറ്റ് ജനറലിനുള്ളിലും 3 എസ്റ്റേറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ ഈ സ്റ്റേറ്റ് ജനറൽ എന്തിനാണ് വിളിച്ചു ചേർത്ത? സ്റ്റേറ്റ് ജനറലിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഭരണകാര്യങ്ങളെ പറ്റി ചർച്ച ചെയ്യുക, തീരുമാനമെടുക്കുക, അതിനെപ്പറ്റിയുള്ള ഒരു ഭരണസഭയാണ് സ്റ്റേറ്റ് ജനറൽ എന്ന് പറയുന്നത്. ഈ സ്റ്റേറ്റ് ജനറൽ ലൂയി 16 എന്ന ബൂർബൻ രാജാവ്, ഡൈനാസിയിലെ രാജാവ് വിളിച്ച് ചേർത്തു. അവിടെയും 3 എസ്റ്റേറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, സാധാരണഗതിയിൽ ഒരു പ്രശ്നം നടക്കുന്ന സമയത്ത് നമ്മൾ അഭിപ്രായ വോട്ടെടുപ്പ് നടത്താറുണ്ട്. അപ്പൊ ഭൂരിപക്ഷം നോക്കിയിട്ടാണ് അത് തീരുമാനമെടുക്കുന്നത്. ഇവിടെയും 3 എസ്റ്റേറ്റുകൾ മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പം ഒരു എസ്റ്റേറ്റിന് ഒരു വോട്ട് എന്ന രീതിയിലാണ് അവിടെ കാര്യങ്ങൾ ചെയ്തു പോന്നിരുന്നത്. ഒരു എസ്റ്റേറ്റിന് ഒരു വോട്ട്. അപ്പൊ നമുക്കറിയാം 1ഉം 2ഉം എസ്റ്റേറ്റുകൾ എന്ത് തീരുമാനം എടുത്താലും അവർ ഒരുമിച്ച് നിൽക്കത്തുള്ളൂ. എപ്പോഴും സാധാരണക്കാരായ ആളുകൾ അടങ്ങിയ 3ാമത്തെ എസ്റ്റേറ്റ് അവര് ഒറ്റപ്പെട്ടു. കാരണം അവർക്ക് ഒരു വോട്ടേ ഉള്ളൂ. ഒരു എസ്റ്റേറ്റിന് ഓരോ വോട്ട്. അപ്പൊ അന്ന് ഈ സ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർത്ത സമയത്ത് നമ്മുടെ 3ാമത്തെ എസ്റ്റേറ്റ് പറഞ്ഞു, ഒരു എസ്റ്റേറ്റിന് ഒരു വോട്ട് എന്ന രീതി മാറ്റി, ഓരോ എസ്റ്റേറ്റിലെയും ഓരോ അംഗങ്ങൾക്കും വോട്ട് ചെയ്യാൻ അവകാശം കൊടുക്കണം. ഏതെങ്കിലും ഡിസ്കഷൻ അല്ലെങ്കിൽ തീരുമാനങ്ങൾ എടുക്കേണ്ടെന്ന സാഹചര്യം വരുമ്പോൾ ഒരു എസ്റ്റേറ്റിലെ ഒരംഗത്തിന് മാത്രം വോട്ടവകാശം കൊടുക്കാതെ ഓരോ എസ്റ്റേറ്റിലെയും ഓരോ അംഗത്തിനും വോട്ടവകാശം കൊടുക്കണം. അപ്പൊ അത് ആ പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് ടെക്സ്റ്റിൽ പറയുന്ന കാര്യം, ട്രഡീഷണലി ഈച്ച് എസ്റ്റേറ്റ് വുഡ് വോട്ട് ആസ് എ ഗ്രൂപ്പ് ആൻഡ് ഹാഡ് 1 vote. As a result, the nobility and the clergy could always overrule the third estate. The first 2 estates argued the estate-wise single voting system, while the third estate demanded individual vote for each member of all 3 estates. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ എസ്റ്റേറ്റിലെയും ഓരോ അംഗങ്ങൾക്ക് വോട്ട് ചെയ്യാൻ അവകാശം കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ 3ാമത്തെ എസ്റ്റേറ്റ് കുറച്ചുകൂടെ മെജോറിറ്റി ഭൂരിപക്ഷം കിട്ടും. ഇതിവിടെ ഒരു എസ്റ്റേറ്റിന് ഓരോ വോട്ടേ ഉള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ടും ക്ലർജി നോബിൾസ് എപ്പോഴും ഒരുമിച്ച് നിൽക്കത്തുള്ളൂ. അവരെപ്പോഴും എന്ത് തീരുമാനം എടുത്താലും അവര് 2 പേരും കൂടെ ഒരുമിച്ച് നിന്ന് അപ്പൊ ആ 2 ഭൂരിപക്ഷം മതി. നമ്മുടെ 3ാമത്തെ എസ്റ്റേറ്റ് ഒറ്റയ്ക്കും. കാരണം ഓരോ വോട്ട് വീതമേ ഉള്ളൂ. അപ്പൊ ഇത് മാറ്റി ഓരോ എസ്റ്റേറ്റിലെ ഓരോ അംഗങ്ങൾക്ക് വോട്ടവകാശം. അപ്പൊ ഇത് നടക്കില്ല എന്ന് ഫ്രാൻസിലെ 1ഉം 2ഉം എസ്റ്റേറ്റുകൾ പറഞ്ഞു. ഇതേ തുടർന്നാണ് വീണ്ടും ഫ്രാൻസിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്.
അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ മൂന്നാമത്തെ എസ്റ്റേറ്റിലെ അംഗങ്ങൾ അവർ സ്വന്തമായി തങ്ങളാണ് ഫ്രാൻസിലെ ദേശീയ അസംബ്ലി എന്ന് പ്രഖ്യാപിക്കുകയും അവിടെ നിന്നിറങ്ങി തൊട്ടടുത്ത ഒരു ടെന്നീസ് കോർട്ടിൽ ചെന്ന് പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു. അതാണ് പ്രശസ്തമായ ദ ഓത്ത് ഓഫ് ദ ടെന്നീസ് കോർട്ട് ഓത്ത് എന്നറിയപ്പെടുന്നത്. ടെന്നീസ് കോർട്ട് അസംബ്ലി. കാരണം അവർ സ്ഥിരമായി കൂടിക്കൊണ്ടിരിക്കുന്ന സമ്മേളന വേദി അല്ലെങ്കിൽ ഈ സഭാവേദി വിട്ടുകൊടുക്കാൻ ഒന്നും രണ്ട് എസ്റ്റേറ്റുകൾ തയ്യാറായില്ല. അപ്പോൾ ഇതിന്റെ ബാലൻസ് ആയി നമ്മൾ ഇനി മെയിൻ പോയിന്റിലൊക്കെ വരികയാണ്. അപ്പൊ നമ്മൾ ഇനി ഒരു വർഷം പഠിക്കുകയാണ്. 14th July 1789. ഇതാണ് പ്രധാനപ്പെട്ട ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടേണിംഗ് പോയിന്റിലോട്ട് പോവുകയാണ്. റവല്യൂഷണറി സ്റ്റോംഡ് വിത്ത് ദ സ്ലോഗൻ ലിബർട്ടി, ഇക്വാളിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി. അപ്പൊ നമ്മൾ പഠിച്ചിട്ടില്ല. ഫ്രഞ്ച് റവല്യൂഷന്റെ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ മുദ്രാവാക്യം ലിബർട്ടി, ഇക്വാളിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി. മലയാളത്തിൽ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. നമുക്കറിയാം സ്വാതന്ത്ര്യം എന്നാൽ എന്താണെന്നും സമത്വം എന്താണെന്നും സാഹോദര്യം ഇതായിരുന്നു ഫ്രഞ്ച് റവല്യൂഷന്റെ മുദ്രാവാക്യം. ഈ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ബൂർബൻ രാജാക്കന്മാരുടെ അധികാര പ്രതീകമായിരുന്ന ബാസ്റ്റിൽ ജയിൽ തകർത്തു അല്ലെങ്കിൽ പിടിച്ചെടുത്തു. അപ്പൊ രണ്ടാമതായി ഓഗസ്റ്റ് 12, 1789 നാഷണൽ അസംബ്ലി അവർ ദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം ഡിക്ലെയർ ചെയ്യുന്നു. വ്യക്തികൾക്ക് ഇൻഡിവിജ്വൽ വൈസിൽ ഫ്രാൻസിലെ സമൂഹത്തിലെ വ്യക്തികൾക്ക് ലഭിക്കേണ്ട അവകാശങ്ങളെ പറ്റി അവർ ഡിക്ലറേഷൻ നടത്തുന്നു, ഒരു പ്രഖ്യാപനം നടത്തുന്നു. മൂന്നാമതായി ഒക്ടോബർ 1789 thousands of women marched from the Paris to the palace of Versailles with the slogan give us bread. ഭക്ഷണം വേണം, റൊട്ടി വേണം എന്ന ആവശ്യവുമായി ഒരു കൂട്ടം സ്ത്രീകൾ ഫ്രാൻസിൽ നമ്മുടെ വേഴ്സായി കൊട്ടാരത്തിലേക്ക് ഒരു മാർച്ച് നടത്തുന്നു. അവരുടെ ആവശ്യം ഭക്ഷണം വേണം. അപ്പൊ ഏത് അവസ്ഥയിലാണ് അവർ അത് ആവശ്യപ്പെടുന്നത്? സ്ത്രീകൾ മുന്നോട്ട് വരികയാണ്. ഏതവസ്ഥയിലാണ് അവർ ആവശ്യപ്പെടുന്നത് നമുക്ക് മനസ്സിലാക്കാം. അത്രത്തോളം ഫ്രാൻസിന്റെ അവസ്ഥ പരിതാപകരമായി. September 1792 the National Convention formed as per the new constitution proclaimed France as a republic. 1792 സെപ്റ്റംബറിൽ ഫ്രാൻസിൽ ഒരു ദേശീയ കൺവെൻഷനിൽ വെച്ച് പുതിയ ഭരണഘടന ഉണ്ടാക്കുകയും ഫ്രാൻസിനെ റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. അവിടെയാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട റിസൾട്ടിൽ ഒന്നായി പറയേണ്ടത്, ഓർക്കേണ്ടത്. ഫ്രാൻസ് ഒരു റിപ്പബ്ലിക് രാഷ്ട്രമായി മാറി. പുതിയൊരു ഭരണഘടന ഫ്രാൻസിൽ നിലവിൽ വന്നു. അപ്പോൾ ഈ ഫ്രഞ്ച് റവല്യൂഷൻ വളരെയധികം ലോകത്തെ മറ്റ് വിപ്ലവങ്ങൾ ഉണ്ടാകുന്നതിന് കാരണമായി. അവരെ മറ്റ് സ്ഥലങ്ങളിൽ ഇതേപോലെ ചൂഷണങ്ങളിൽ പെട്ടിരുന്നവർ വിപ്ലവം ചെയ്യാൻ അവരെ പ്രചോദിപ്പിച്ചു. അപ്പൊ ഇങ്ങനെയുള്ള ഒരു വലിയ ഇൻഫ്ലുവൻസ് ഫ്രഞ്ച് റവല്യൂഷൻ മൂലമുണ്ടായി. ഫ്രഞ്ച് റവല്യൂഷന്റെ പ്രധാനപ്പെട്ട ഇൻഫ്ലുവൻസ് പഠിക്കുന്ന സമയത്ത് അതിനകത്ത് 3-4 പോയിന്റുകൾ പെട്ടെന്ന് ഓടിച്ചു പറയാം. സ്വാധീനം നമ്മൾ ഓടിച്ചു പറയാം. അപ്പൊ നമ്മളതിന്റെ അവസാനം വരെ എത്തി. ഫ്രഞ്ച് റവല്യൂഷന്റെ ഇൻഫ്ലുവൻസ് ആണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് പഠിച്ചതുപോലെ തന്നെ കുറച്ച് മെയിൻ റിസൾട്ടുകളാണ് പറയുന്നത്. ഒന്നാമതായി പറയുന്നു സ്റ്റിമുലേറ്റഡ് ഓൾ ഓവർ ദ ലേറ്റർ റവല്യൂഷൻ ഇൻ ദ വേൾഡ്. പിൽക്കാല പല വിപ്ലവങ്ങൾക്കും ഫ്രഞ്ച് റവല്യൂഷൻ പ്രചോദനം നൽകി. പിൽക്കാലത്ത് പല വിപ്ലവങ്ങൾ ഉണ്ടാകുന്നതിന് ഫ്രഞ്ച് റവല്യൂഷൻ ഒരു കാരണമായി. അതേപോലെ തന്നെ രണ്ടാമതായി നമ്മൾ പഠിക്കുന്നത് entered the feudal system in Europe and threatened the autocratic world. സ്വേച്ഛാധിപത്യ ഭരണങ്ങൾക്കും ഏകാധിപത്യ ഭരണങ്ങൾക്കും യൂറോപ്പിൽ അവസാനമായി. സ്വേച്ഛാധിപത്യ ഏകാധിപത്യ ഭരണങ്ങൾക്ക് യൂറോപ്പിൽ അവസാനമായി. മൂന്നാമതായി നമ്മൾ പഠിക്കുന്നത് പ്രൊക്ലൈംഡ് ദാറ്റ് ദ നേഷൻ ഈസ് നോട്ട് മിയർലി എ റീജിയൻ ബട്ട് ദ പീപ്പിൾ. ഒരു രാജ്യം എന്നാൽ പ്രദേശമല്ല, ജനങ്ങളാണ് രാജ്യം എന്ന് അവിടെ തെളിയിച്ചു ഫ്രഞ്ച് റവല്യൂഷൻ. ഒരു രാജ്യം എന്നാൽ പ്രദേശമല്ല, പകരം ജനങ്ങളാണ്. പ്രൊക്ലൈംഡ് ദാറ്റ് ദ നേഷൻ ഈസ് നോട്ട് മിയർലി എ റീജിയൻ ബട്ട് ദ പീപ്പിൾ. നാലാമതായി പറയുന്നത് കോൺട്രിബ്യൂട്ട് ദ കൺസെപ്റ്റ് ഓഫ് പീപ്പിൾസ് സോവറിനിറ്റി. ജനങ്ങളുടെ പരമാധികാരം, ജനങ്ങളാണ് രാഷ്ട്രത്തിന്റെ പരമാധികാരം എന്ന ആശയം അവിടെ വളർന്നു വന്നു. ഒരു രാജ്യത്തിന്റെ പരമാധികാരികൾ എപ്പോഴും ജനങ്ങളാണ്, അധികാരികൾ ജനങ്ങളാണ്. അപ്പം അത് നാലാമത്തെ പോയിന്റ് ആണ്. അഞ്ചാമതായി പറഞ്ഞത് ലെഡ് ദ എമർജൻസ് ഓഫ് നാഷണലിസം. ദേശീയത, സ്വന്തം ദേശത്തോടുള്ള സ്നേഹത്തെയാണ് ദേശീയത എന്ന് പറയുന്നത്. അവിടെ ഫ്രഞ്ച് റവല്യൂഷന് ശേഷം ദേശീയത എന്ന ആശയം ആവിർഭാവത്തിയത് അല്ലെങ്കിൽ വളർന്നു വരാൻ തുടങ്ങി. എമർജൻസ് ഓഫ് നാഷണലിസം. അടുത്തതായി പറയുന്നത് ഗ്രോത്ത് ഓഫ് മിഡിൽ. മധ്യവർഗത്തിന്റെ വളർച്ചയ്ക്ക് ഫ്രഞ്ച് വിപ്ലവത്തിന് ഒരു കാരണമാകാൻ കഴിഞ്ഞു.
മധ്യവർഗം നമ്മൾ ആരൊക്കെയാണെന്ന് നമുക്കറിയാം. സാധാരണക്കാരെ എല്ലാ ആളുകളും അടങ്ങുന്നതാണ് മധ്യവർഗം. ഈ മധ്യവർഗത്തിന്റെ ഒരു വളർച്ചയ്ക്ക് ഫ്രഞ്ച് വിപ്ലവം കാരണമായി. അടുത്തത് സ്പ്രെഡ് ദ ഐഡിയാസ് ഓഫ് ഇക്വാലിറ്റി, ലിബർട്ടി ആൻഡ് ഫ്രട്ടേണിറ്റി. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന ഈ മുദ്രാവാക്യം, ഫ്രഞ്ച് വിപ്ലവത്തിന്റെ മുദ്രാവാക്യം ലോകത്തിന്റെ പല ഭാഗങ്ങളിലും മുഴങ്ങി കേട്ടു. അത് ലോകത്തിന് പിന്നീട് നടന്ന പല വിപ്ലവങ്ങളിലും അതൊരു പ്രധാനപ്പെട്ട മുദ്രാവാക്യമായി അവർ അത് ഏറ്റെടുത്തു. അപ്പൊ ഇത്രയും പ്രധാനപ്പെട്ട റിസൾട്ടുകളാണ് നമ്മൾ പഠിക്കേണ്ടത്. ലോകത്തെ മറ്റു വിപ്ലവങ്ങൾക്ക് ഇത് പ്രചോദനം നൽകി. രണ്ടാമതായി പറയുന്നത് യൂറോപ്പിലെ ഫ്യൂഡലിസവും സ്വേച്ഛാധിപത്യവും അവസാനിക്കുന്നതിന് കാരണമായി. അതേപോലെ തന്നെ പ്രദേശമല്ല, ഒരു രാജ്യമെന്നാൽ പ്രദേശമല്ല, പകരം ജനങ്ങളാണ്. നാലാമതായി പറയുന്നത് ജനങ്ങളാണ് രാഷ്ട്രത്തിന്റെ പരമാധികാരികൾ. അഞ്ചാമതായി പറയുന്നത് ദേശീയത വളർന്നു വന്നു. ആറാമതായി പറയുന്നത് മധ്യവർഗത്തിന്റെ വളർച്ചയ്ക്ക് കാരണമായി. അവസാനം നമ്മൾ പഠിച്ചത് ഇക്വാലിറ്റി, ലിബർട്ടി, ഫ്രട്ടേണിറ്റി എന്ന ആശയം ലോകത്താകമാനം മുഴങ്ങി കേൾക്കുകയുണ്ടായി. അപ്പൊ ഇതാണ് ഫ്രഞ്ച് റവല്യൂഷന്റെ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ലാസ്റ്റ് നമ്മൾ പഠിച്ചു നിർത്തിയതിനു ശേഷം നമ്മൾ ഇനി ഒരു കാര്യം കൂടെ പഠിക്കണം. ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷം ഫ്രാൻസിൽ പുതിയ അധികാരവർഗം വന്നു. എന്നാൽ പിന്നീട് ഫ്രാൻസിന് പിന്നീട് ഭരണം ലഭിച്ചവർക്കൊന്നും ഫ്രാൻസിനെ പുരോഗമന പാതയിൽ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. എന്നാൽ അതിനുശേഷം പിന്നീട് ഒരു വ്യക്തിയാണ് ഫ്രാൻസിനെ ആധുനിക ഫ്രാൻസ് ആക്കി മാറ്റിയത്. അപ്പൊ അദ്ദേഹമാണ് ദ ചൈൽഡ് ഓഫ് ഫ്രഞ്ച് റവല്യൂഷൻ. അപ്പൊ ഈ ഫ്രഞ്ച് വിപ്ലവം നടക്കുന്ന സമയത്തൊന്നും ഈ പുള്ളിക്കാരന്റെ ഇൻഫ്ലുവൻസ് ഇല്ല. അദ്ദേഹം അതിനുശേഷമാണ് വളർന്നു വന്നത്. അദ്ദേഹമാണ് ഫ്രാൻസിനെ ആധുനിക ഫ്രാൻസ് ആക്കിയത്. ഒരു കോൺകറർ ആയിരുന്നു അദ്ദേഹം. വളരെ ഒരു മിടുക്കനായ ഭരണാധികാരിയാണ്. അദ്ദേഹത്തിന്റെ പേരാണ് ദ ഗ്രേറ്റ് നെപ്പോളിയൻ ബോണപ്പാർട്ട്. അപ്പൊ ഇദ്ദേഹം ചൈൽഡ് ഓഫ് ഫ്രഞ്ച് റവല്യൂഷൻ, ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ശിശു എന്നാണ് അറിയപ്പെടുന്നത്. ഇന്നും അറിയപ്പെടുന്നത് അങ്ങനെ തന്നെയാണ്. അപ്പൊ ഈ മറ്റ് ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങൾ ഭയപ്പെട്ടിരുന്ന ഒരു കോൺകററായിരുന്നു നമ്മുടെ നെപ്പോളിയൻ ബോണപ്പാർട്ട്. അദ്ദേഹം ഒരുപാട് നല്ല കാര്യങ്ങൾ ഫ്രാൻസിൽ ചെയ്തു. ഫ്രാൻസിനെ ഒരു ആധുനിക ഫ്രാൻസ് ആക്കി മാറ്റി. അദ്ദേഹം ചെയ്ത പ്രധാനപ്പെട്ട 3-4 പോയിന്റുകളോടെ കഴിയുമ്പോൾ അദ്ദേഹം ഫ്രാൻസിനെ ആധുനിക ഫ്രാൻസ് ആക്കി മാറ്റാൻ വേണ്ടി ചെയ്ത 3-4 കാര്യങ്ങളോട് പറയുന്നുണ്ട്. അതും കൂടെ പറയുമ്പോൾ നമ്മുടെ ഈ പാഠം അവസാനിക്കും. ഇപ്പൊ നെപ്പോളിയൻ ബോണപ്പാർട്ട് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട ഫ്രാൻസിനെ ആധുനിക ഫ്രാൻസ് ആക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ള ഒന്നാമത്തെ കാര്യം, ഫാർമേഴ്സ് വെയർ മെയ്ഡ് ദ ഓണേഴ്സ് ഓഫ് ലാൻഡ്. കർഷകരെ കൃഷിഭൂമിയുടെ ഉടമകളാക്കി. രണ്ടാമത്, എക്സസൈസ് ദ സ്റ്റേറ്റ്സ് കൺട്രോൾ ഓഫ് ദ ക്ലർജി. നേരത്തെ നമ്മൾ പഠിച്ചാണ്. വോൾട്ടയർ, റൂസോ, മൊണ്ടസ്ക്യൂ പഠിച്ച സമയത്ത് വോൾട്ടയർ ക്ലർജിയെ പരിഹസിച്ചായിട്ട് പറയുന്നുണ്ട്, ഇവിടെ രാഷ്ട്രത്തിന്റെ നിയന്ത്രണത്തിലാക്കി പുരോഹിതന്മാരുടെ എല്ലാ മേഖലകളെയും, അല്ലെങ്കിൽ പുരോഹിതന്മാർ പ്രവർത്തിച്ചിരുന്ന എല്ലാ മേഖലകളെയും അദ്ദേഹം നിയന്ത്രിച്ചു. നെപ്പോളിയൻ ബോണപ്പാർട്ട് നിയന്ത്രിച്ചു. പുരോഹിതന്മാർക്ക് മേൽ നിയന്ത്രണം ഏർപ്പെടുത്തി. അത് വലിയൊരു കാര്യമാണ് ചെയ്തത്. കാരണം പുരോഹിതന്മാരാണ് ഫ്രഞ്ച് വിപ്ലവം ഉണ്ടാകുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖ്യ ഒരു കാരണമായിട്ടുള്ളത്. മൂന്നാമതായി പറയുന്നത്, ഫോർ ദ സിങ്കിങ് ഫണ്ട് വിത്ത് ദ എയിം ഓഫ് അവോയ്ഡ് പബ്ലിക് ഡെപ്റ്റ്. പൊതുകടം ഒഴിവാക്കാൻ സിങ്കിങ് ഫണ്ട് എന്ന സിസ്റ്റം ഉണ്ടാക്കി. പൊതുകടം ഒഴിവാക്കാൻ സിങ്കിങ് ഫണ്ട്, പൊതുവായൊരു സിങ്കിങ് ഫണ്ട് ഉണ്ടാക്കി. അത് പൊതുകടം, പബ്ലിക് ഡെപ്റ്റ് ഒഴിവാക്കാൻ വേണ്ടി ചെയ്തതാണ്. അടുത്തത്, എസ്റ്റാബ്ലിഷ്ഡ് ബാങ്ക് ഓഫ് ഫ്രാൻസ്, സെൻട്രലൈസ്ഡ് ഫണ്ട്. ഒരു ദേശീയ ബാങ്ക് സ്ഥാപിച്ചു. അതിനെ ബാങ്ക് ഓഫ് ഫ്രാൻസ് എന്ന് വിളിച്ചു. അപ്പോൾ ഫ്രാൻസിന് ആകമാനം ഒരു ദേശീയ ബാങ്ക് സ്ഥാപിക്കുകയാണ് നമ്മുടെ നെപ്പോളിയൻ ബോണപ്പാർട്ട്. ഇതുവരെ ഇല്ലാതിരുന്ന പുതിയൊരു കാര്യമാണ് അദ്ദേഹം ചെയ്തത്. ബാങ്ക് ഓഫ് ഫ്രാൻസിൽ സ്ഥാപിച്ചു. അടുത്തത്, കൺസ്ട്രക്റ്റഡ് സെവറൽ റോഡ്സ് ഫോർ ട്രാൻസ്പോർട്ടേഷൻ. ഗതാഗത മാർഗത്തിനായി റോഡുകൾ നിർമ്മിച്ചു. അദ്ദേഹം ഗതാഗത മാർഗത്തിനായി റോഡുകൾ നിർമ്മിച്ചു. ഫ്രാൻസിനെ ആധുനിക ഫ്രാൻസ് ആക്കി മാറ്റിയ നെപ്പോളിയൻ ബോണപ്പാർട്ട് അദ്ദേഹം നിരവധി റോഡ് ശൃംഖലകൾ ഫ്രാൻസിൽ ആരംഭിച്ചു. അവസാനമായി അദ്ദേഹം ചെയ്ത് പ്രിപ്പയർഡ് എ ന്യൂ കോഡ് ഓഫ് ലോ ബൈ കോഡിഫൈങ് ദ എക്സിസ്റ്റിംഗ് ലോസ്. നമ്മള് 9ാം ക്ലാസ്സിൽ പഠിച്ചാണ്. ജസ്റ്റീനിയൻ ചക്രവർത്തിയുടെ നിയമങ്ങൾ സംയോജിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പുതിയൊരു നിയമ സംഹിത ഫ്രാൻസിൽ ഉണ്ടാക്കി. അപ്പൊ ഫ്രാൻസില് പുതിയൊരു നിയമ സംഹിത നമ്മുടെ നെപ്പോളിയൻ ബോണപ്പാർട്ട് ഉണ്ടാക്കി. അപ്പൊ നെപ്പോളിയൻ ബോണപ്പാർട്ട് വളരെ നല്ല കാര്യങ്ങളാണ് ഫ്രാൻസിൽ ചെയ്തത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഈ വലിയ നല്ല കാര്യങ്ങൾ ഫ്രാൻസിലെ ജനങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ ഉപകാരപ്പെട്ടു. ദീർഘകാലം ഫ്രാൻസിനെ ഭരിക്കാൻ നെപ്പോളിയന് കഴിഞ്ഞു. പിന്നീട് അദ്ദേഹം വാട്ടർലൂ എന്ന് പറയുന്ന ഒരു യുദ്ധത്തിൽ വെച്ചാണ് ബ്രിട്ടന്റെ പ്രധാനപ്പെട്ട ഒരു ശത്രുവായിരുന്നു നെപ്പോളിയൻ ബോണപ്പാർട്ട്. അപ്പം ഈ നെപ്പോളിയൻ ബോണപ്പാർട്ടിനെ പിന്നീട് വാട്ടർലൂ എന്ന് പറയുന്ന
സെന്റ് ഹെലന ദ്വീപിലെ വാട്ടർലൂ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ബ്രിട്ടീഷുകാർ പരാജയപ്പെടുത്തുകയാണ് ചെയ്തത്. അവിടെ വെച്ചാണ് നെപ്പോളിയൻ അവസാനമാകുന്നത്. എന്നിരുന്നാൽ തന്നെയും നെപ്പോളിയൻ ബോണപ്പാർട്ട് ഫ്രാൻസിന്റെ ഒരു ആധുനിക ശില്പിയാണ്. അപ്പൊ ഇതാണ് ഫ്രഞ്ച് റവല്യൂഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകളും അതിന്റെ റിസൾട്ടുകളും. അപ്പൊ നമ്മളെല്ലാം ഇത് കേൾക്കുന്നതോടൊപ്പം ടെക്സ്റ്റ് കൂടെ ആവർത്തിച്ച് വായിക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നതുവരെ ബൈ.